നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഡൽഹി സ്ഫോടനത്തിൽ പാക് ബന്ധം തെളിയുന്നു. അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസഫർ സൂത്രധാരനെന്ന സൂചന. അറസ്റ്റിലായ വനിതാ ഡോക്ടർക്ക് മസൂദ് അസറിന്റെ കുടുംബവുമായി ബന്ധം. ഭീകരർ ലക്ഷ്യമിട്ടത് സ്ഫോടന പരമ്പരയെന്ന റിപ്പോർട്ട്. കേസിൽ മൂന്നാമത്തെ കാർ അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് കണ്ടെത്തി. സർവകലാശാലയ്ക്ക് നാക്കിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ജമ്മുവിൽ 10 പേർ കസ്റ്റഡിയിൽ. PM ശ്രീയിൽ ഏറ്റുമുട്ടി ഇടതു നേതാക്കൾ. SSK ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും ഇടതുപക്ഷ രാഷ്ട്രീയം CPM-നെ ആരും പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി V ശിവൻകുട്ടി. പഠിപ്പിക്കാൻ താൻ ആളല്ലെന്ന് തിരിച്ചടിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിന് അതൃപ്തി. പാർട്ടി 30 വർഷം പുറകിലെന്ന് OJ ജനീഷ്. കടകംപള്ളി സുരേന്ദ്രൻ RSS-ന്റെയും BJP-യുടെയും പണം പറ്റി CPM-നെ വിറ്റ് ജീവിക്കുന്ന നേതാവെന്ന് CPM വിമത ആനി അശോകൻ. CPM നേതാവ് A സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷനിൽ സംവിധായകൻ VM വിനു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ബീഹാർ ആർക്കൊപ്പമെന്ന് നാളെ അറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വാസമർപ്പിച്ച് NDA. മാറ്റമുണ്ടാകുമെന്ന മഹാസഖ്യം. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. തത്സമയ ഫലങ്ങളുമായി അമൃത ന്യൂസ് യൂട്യൂബും. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി സൗദി വിദേശമന്ത്രി. കൂടിക്കാഴ്ച G7 മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടാൻ ആലോചന. ജർമ്മനിയിലെ മ്യൂണിക്കിലെത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹോഷ്മള സ്വീകരണം. അമ്മയുടെ പുണ്യദർശനം 6 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം. ഡൽഹി ഭീകരാക്രമണത്തിന്റെ അന്വേഷണം പാകിസ്ഥാൻ സ്വാധീനമുള്ള ഭീകരവാദ സംഘടനകളെ കേന്ദ്രീകരിച്ച്. ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസഫർ അഹമ്മദാണ് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെന്ന സൂചന. അതിനിടെ സ്ഫോടനത്തിനായി വാങ്ങിയ മൂന്നാമത്തെ കാർ അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് കണ്ടെത്തി. സർവകലാശാലയിൽ ഹരിയാന ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. സർവകലാശാലയ്ക്ക് നാക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും വേഗത്തിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പരിശോധനയാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് സ്ഫോടനത്തിന് വേണ്ടി സജ്ജീകരിച്ച മൂന്നാമത്തെ കാർ കണ്ടെത്തിയത്. അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്നാണ് കണ്ടെത്തിയത്. 32 വാഹനങ്ങൾ വാങ്ങാനായിരുന്നു സംഘത്തിന്റെ പദ്ധതി. ആക്രമണ പരമ്പരയ്ക്ക് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘം പദ്ധതിയിട്ടിരുന്നത്. ഹരിയാനയിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. കൂടുതൽ സ്ഫോടക വസ്തുക്കൾ, കാറുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സ്ഫോടനത്തിന് പാകിസ്ഥാൻ സ്വാധീനമുള്ള സംഘടനകളുടെ സ്വാധീനം അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. സ്ഫോടനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസഫർ അഹമ്മദ് ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നാണ് നിഗമനം. മുസമ്മിൽ, മുസഫർ എന്നിവർ തുർക്കിയിൽ എത്തിയിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം ആക്രമണത്തിന് മുൻപ് ഉമർ നബി കൊണാക്ട് പ്ലേസിലും എത്തിയിരുന്നു. സ്ഫോടനത്തിന് ഉപയോഗിച്ച അതേ കാറിലാണ് ഉമർ നബി നഗരമധ്യത്തിലൂടെ സഞ്ചരിച്ചത്. അതേസമയം സർവകലാശാലയ്ക്കെതിരെ അന്വേഷണം ശക്തമായ പശ്ചാത്തലത്തിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് കൗൺസിൽ നടപടിക്കൊരുങ്ങുകയാണ്. സർവകലാശാലയോട് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നാക് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഡൽഹി ഭീകരാക്രമണം നടത്തിയത് ഉമർ നബിയാണെന്ന് DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. PM ശ്രീ പദ്ധതിയിൽ ഇടതുമുന്നണിയിൽ കലഹം മാറുന്നില്ല. പരസ്പരം ഏറ്റുമുട്ടി നേതാക്കൾ. SSK ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കട്ടെയെന്നും ഇടതുപക്ഷ രാഷ്ട്രീയം CPM-നെ ആരും പഠിപ്പിക്കാൻ വരണ്ടെന്നും CPI വിമർശിച്ച് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. എന്നാൽ ശിവൻകുട്ടിയുടെ പ്രകോപനത്തിന്റെ കാരണം അറിയില്ലെന്നും അദ്ദേഹത്തെ പഠിപ്പിക്കാൻ താൻ ആളല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. RSS-നെ പ്രതിരോധിക്കുന്നത് CPM മാത്രമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി.
PMCയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. CPIയുടെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് കത്തയക്കാൻ സർക്കാർ നിർബന്ധിതരായത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തിന് മുൻപ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് അതിവേഗത്തിൽ കത്തയക്കുകയായിരുന്നു. പിന്നാലെ LDFന്റെ രാഷ്ട്രീയ വിജയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതാണ് മന്ത്രി VN ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത്. ആരുടെയും രാഷ്ട്രീയ വിജയമല്ല എന്നും ഇടതുപക്ഷ ആശയം CPMനെ ആരും പഠിപ്പിക്കാൻ വരേണ്ട എന്നുമാണ് V ശിവൻകുട്ടി വിമർശിച്ചത്. SSK ഫണ്ട് കേരളത്തിന് നഷ്ടമായാൽ മന്ത്രി എന്ന നിലയിൽ തന്നെ ആരും കുറ്റപ്പെടുത്തരുതെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കട്ടെയെന്നും CPIക്ക് മന്ത്രിയുടെ വക ഒളിയമ്പ്. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ശിവൻകുട്ടിയുടെ പ്രകോപനത്തിന്റെ കാരണം അറിയില്ല എന്നും അദ്ദേഹത്തെ പഠിപ്പിക്കാൻ താൻ ആളല്ല എന്നും ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. SSK ഫണ്ട് നിഷേധിച്ചാൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്ത് കാരണമാണെങ്കിലും ശരി, ഈ സമയത്ത് ആര് പ്രകോപനമുണ്ടാക്കിയാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടിയാണെങ്കിൽ പോലും പ്രകോപിക്കപ്പെടാൻ CPI ഇല്ല. CPIക്ക് വലുത് LDF രാഷ്ട്രീയമാണ്. എന്നാൽ RSSനെതിരെ പ്രതിരോധിക്കുന്നത് CPM മാത്രമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വർഗീയതയ്ക്കെതിരായിട്ട് അതിശക്തിയായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ശക്തമത്തായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് CPM ആണ്. അതേസമയം PMCയുടെ കാര്യത്തിൽ CPMഉം CPIയും നാടകം കളിക്കുകയാണെന്ന് കോൺഗ്രസ് പറയുന്നു. മന്ത്രി പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഫണ്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. ഉത്തരവാദി ആര്? ബിനോയ് വിശ്വം. PMCയെ ചൊല്ലി മുന്നണിയിൽ നേതാക്കൾ പോരടിക്കുമ്പോഴും കേന്ദ്രത്തിന്റെ നിലപാട് എന്താകുമെന്നതാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി. ഇതോടെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനാണ് SITയുടെ നീക്കം. അതേസമയം ചോദ്യം ചെയ്യലിനായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് വീണ്ടും നോട്ടീസ് നൽകി. എന്നാൽ അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കാട്ടിയാണ് S ജയശ്രീ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ വാദങ്ങൾ അംഗീകരിക്കാഞ്ഞ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. സമാന ഉള്ളടക്കത്തോടെ ഇവർ നൽകിയ ഹർജി നേരത്തെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നില്ല. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നതിന് പകരം വെറും ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് SITയുടെ നീക്കം. കേസിൽ 4ാം പ്രതിയാണ് ഇവർ. അതേസമയം കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് അയച്ചു. എന്നാൽ അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരാവാൻ കൂടുതൽ സമയം തേടി. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതും കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന്റെ നേതൃത്വത്തിലാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഈ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത് A പത്മകുമാറാണ്. കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി SITക്ക് തെളിവുകൾ ലഭിച്ചതായാണ് സൂചന. ഇതിനു പിന്നിൽ ഗൂഢാലോചന SIT സംശയിക്കുന്നുണ്ട്. അതിനാലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിന് കടുത്ത അതൃപ്തി. പട്ടിക സമർപ്പിച്ചിട്ടും വേണ്ട രീതിയിൽ പരിഗണന ലഭിച്ചില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് വിമർശിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി 30 വർഷം പിന്നിലാണ്. വരും ദിവസങ്ങളിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യം ഞങ്ങളുടെ യൂത്ത് പഞ്ചായത്ത് എന്ന കൺവെൻഷനിലൊക്കെ നടന്ന സമയത്ത് ഇത്ര ശതമാനം സീറ്റ് എന്ന രീതിയിലല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് പകരം അത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം വിജയസാധ്യതയുള്ള സീറ്റുകളിലും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുള്ള സീറ്റുകളിലും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത്. കടകംപള്ളി സുരേന്ദ്രനെ കടന്നാക്രമിച്ച് തിരുവനന്തപുരത്തെ CPM വിമത സ്ഥാനാർത്ഥി ആനി അശോകൻ.
RSSന്റെയും BJPയുടെയും പണം പറ്റി CPMനെ വിറ്റ് ജീവിക്കുന്ന നേതാവാണ് കടകംപള്ളി സുരേന്ദ്രനെന്ന് ആനി അശോകൻ പറഞ്ഞു. 3.5 പതിറ്റാണ്ടുകാലം പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകയായ തന്നെ സ്ത്രീ എന്ന രീതിയിലും ജാതിയുടെ പേരിലും അധിക്ഷേപിച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ സമ്മേളനം നടത്തിയതെന്നും ആനി അശോകൻ ആരോപിച്ചു. താൻ ഇപ്പോഴും CPMലാണെന്നും തന്നെ പുറത്താക്കിയെന്ന് കടകംപള്ളി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ആനി അശോകൻ പറഞ്ഞു. ഞാൻ ശരിക്കും അധികാരമോഹം കൊണ്ടല്ല, എന്നോടുള്ള അവഗണന, ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്നും ഒരു വളർന്നു വന്ന ഒരു സ്ത്രീയായിട്ടുള്ള എന്നോട് കാണിക്കുന്ന അതിക്രൂരവും പൈശാചികവുമായിട്ടുള്ള അവഗണനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തെ കണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി സ്നേഹി ആയതുകൊണ്ടും പാർട്ടിയിൽ വിശ്വാസമുള്ളതുകൊണ്ടും ഈ സ്റ്റേറ്റിനെ നയിക്കുന്ന ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്ന നമ്മുടെ ബഹുമാനായിട്ട് മുഖ്യമന്ത്രിയോടുള്ള അതിരറ്റ് ബഹുമാനം, അതേപോലെ തന്നെ ഇവിടുത്തെ CPM നേതൃത്വത്തോടും ഞാൻ നെഞ്ചിലേറ്റ പാർട്ടി ആയതുകൊണ്ട് ഈ ഇന്നലെ വരെ ഇന്നും ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇത്ര നല്ല മുഖം നിറഞ്ഞ കാപഠ്യം നിറഞ്ഞ ഇത്തരത്തിലുള്ള എന്നോടുള്ള ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കാണിക്കാതെ എന്നെ അധികാരമോഹിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള CPMൻ്റെ കുപ്പായമണിഞ്ഞ തനി BJPക്കാരനാണ് അയാൾ. തിരുവനന്തപുരം നഗരസഭയിലെ 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP. ആദ്യഘട്ടത്തിൽ 67 സ്ഥാനാർത്ഥികളെയും 2ാം ഘട്ടത്തിൽ 31 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അവശേഷിക്കുന്ന 3 സീറ്റിൽ BDJS മത്സരിക്കും. മുൻ MPയും CPM നേതാവുമായ A. സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരിയും തൈക്കാട് വാർഡിൽ നിന്ന് BJPക്ക് വേണ്ടി മത്സര രംഗത്തുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 27 ഡിവിഷനുകളിൽ 21 സീറ്റുകളിൽ CPM മത്സരിക്കും. 4 സീറ്റിൽ CPIയും ഓരോ സീറ്റുകളിൽ ജനതാദൾ എസും RJDയും കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതയ്ക്കാണ്. 12 വാർഡുകളിൽ വനിതാ സംവരണമാണുള്ളത്. 2 വാർഡുകളിൽ പട്ടികജാതി വനിതാ സംവരണവും 1 വാർഡിൽ പട്ടികജാതി സംവരണവുമാണ്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് കിളിമാനൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ഫാത്തിമ ഹിസാന. കോഴിക്കോട് ജില്ലയിൽ ഇടതുപക്ഷം ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചത്. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിലെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക UDFും പ്രഖ്യാപിച്ചു. UDF പട്ടികയിൽ സംവിധായകൻ VM വിനു ഇടം പിടിച്ചപ്പോൾ യുവനിരയ്ക്കൊപ്പം മുതിർന്ന നേതാക്കളെയും LDF കളത്തിലിറക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് കോൺഗ്രസ് പുറത്തുവിട്ടത്. 15 സ്ഥാനാർത്ഥികളാണ് 2ാം ഘട്ട പട്ടികയിലുള്ളത്. സിനിമാ സംവിധായകൻ VM വിനു കല്ലായിയിലും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പാറോപ്പടിയിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് എരഞ്ഞിക്കലിലും മത്സരിക്കും. സരോവരത്തെ കണ്ടൽക്കാട് സംരക്ഷണത്തിനായി പോരാടിയ പരിസ്ഥിതി പ്രവർത്തക PM ജീജാബായ്, BCom വിദ്യാർത്ഥിനി NV അഞ്ജന എന്നിവരും മത്സര രംഗത്തുണ്ട്. പുതുമുഖങ്ങളെ ഉൾപ്പെടെ രംഗത്തിറക്കി കോർപ്പറേഷൻ പിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. VM വിനുവിന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയവും കോഴിക്കോട്ടെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൊതുസമൂഹത്തിന്റെ മനസ്സിന്റെ അംഗീകാരം കൂടി ലഭിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതേസമയം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 28 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് LDF ഇന്ന് പ്രഖ്യാപിച്ചത്. SFI സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള P. താജുദ്ദീൻ, മുഹമ്മദ് സാദിഖ് തങ്ങൾ എന്നിവരെ കൂടാതെ ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അഡ്വക്കേറ്റ് M. ഷാരുദി തുടങ്ങിയവരടങ്ങുന്ന യുവനിരയ്ക്കൊപ്പം നാസർ കൊളായി, KK ദിനേശൻ, ഡോക്ടർ KK ഹനീഫ തുടങ്ങി CPMന്റെ മുതിർന്ന നേതാക്കളും പട്ടികയിലുണ്ട്. RJDക്ക് നൽകിയ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. ഇതിനുശേഷമായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. UDF RSSുമായി സന്ധി ചെയ്യുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു എന്നുള്ളതെല്ലാമാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം. RSSന് സമാനമായി മതമൗലികവാദത്തിന് ശക്തമായ വേരോട്ടമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി വളരെ പരസ്യമായി കൂട്ടുകൂടിയിട്ടുള്ള UDFന്റെയും വർഗീയ മുഖം കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. കോൺഗ്രസിന് പിന്നാലെ ഇടതുപക്ഷത്തിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങിയതോടെ ജില്ലയിലെ പ്രചാരണത്തിന് ചൂട് പിടിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. മികച്ച വിജയം നേടി ഭരണം നിലനിർത്തുമെന്നാണ് NDA ക്യാമ്പ് പറയുന്നത്. അതേസമയം എക്സിറ്റ് പോളുകൾക്കപ്പുറത്തേക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് മഹാസഖ്യത്തിന്റെ അവകാശവാദം. രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 243 മണ്ഡലങ്ങളിൽ വീറും വാശിയുമേറിയ പോരാട്ടമായിരുന്നു ബീഹാറിൽ. സംസ്ഥാന ദേശീയ രാഷ്ട്രീയം ചർച്ചയാക്കി. വികസനവും തൊഴിലില്ലായ്മയും മഹാസഖ്യം ചർച്ചയാക്കിയപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മുന്നോട്ടു പോകുന്ന ബീഹാറിനെയാണ് NDA ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിൽ എന്തൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നാളെ അറിയാൻ കഴിയുക. എക്സിറ്റ് പോൾ ഫലങ്ങളിലുള്ള മുൻതൂക്കത്തിന്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് JDUവും BJPയും മുന്നോട്ടു പോകുന്നത്. അതേസമയം എക്സിറ്റ് പോളുകളെ തള്ളിയ മഹാസഖ്യം അധികാരം പിടിക്കുമെന്ന് ആവർത്തിക്കുന്നു. NDAയ്ക്ക് ഭൂരിപക്ഷം പറയുന്ന എക്സിറ്റ് പോളുകളിൽ പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷി RJDയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് തേജസ്വി യാദവിനെയുമാണ്. വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവാണ് 2020 അപേക്ഷിച്ചുണ്ടായിട്ടുള്ളത്. 66% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇത് 57%. ബീഹാറിൽ മുൻപ് ഓരോ ഘട്ടത്തിലും പോളിംഗ് വ്യത്യാസം വരുമ്പോൾ ഭരണകക്ഷി താഴത്തേക്ക് പോകുന്നതാണ് ചരിത്രം. 5% പോളിംഗ് വർദ്ധിക്കുമ്പോൾ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ആ ആശങ്ക ഒഴിച്ചു നിർത്തിയാൽ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്താകെ ഒരുക്കിയിട്ടുള്ളത്. 38 ജില്ലകളിലെ 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. സംസ്ഥാന പോലീസ് വിഭാഗങ്ങൾക്ക് പുറമെ കേന്ദ്രസേനയുടെ സായുധ വിഭാഗവും മുഴുവൻ സമയ സുരക്ഷയ്ക്കായി ബീഹാറിലുണ്ട്. 3 തലത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സൗദി വിദേശമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ഇന്ത്യൻ വിദേശമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. കാനഡയിലെ നയാഗ്രയിൽ G7 മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ചർച്ച നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും വിവിധ മേഖലകളിൽ അവ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനുമുള്ള വഴികളും ഇരുവരും അവലോകനം ചെയ്തു. ഏറ്റവും പുതിയ പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങളും പൊതുതാൽപര്യങ്ങളുള്ള വിഷയങ്ങളും മന്ത്രിമാർ ചർച്ച ചെയ്തു. കുവൈറ്റിൽ പുലർച്ചെ മുതൽ രൂപപ്പെട്ട കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തേണ്ടിയിരുന്ന നിരവധി വിമാനങ്ങളാണ് അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടത്. കനത്ത മൂടൽമഞ്ഞ് കാരണം ദൃശ്യപരത 100 മീറ്ററിൽ താഴെയായി കുറഞ്ഞതിനാൽ വിമാനങ്ങളുടെ ടേക്ക് ഓഫ്, ലാൻഡിംഗ് പ്രവർത്തനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് നടപടിയെന്ന് DGCA വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി വ്യക്തമാക്കി. കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ വിമാനത്താവളത്തിലെ ലാൻഡിംഗ്, ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു. ഗതാഗത മേഖലയിൽ വൻ കുതിപ്പിനൊരുങ്ങി UAE. ഇനി റോഡിലുള്ളതിനേക്കാൾ യാത്രാ സംവിധാനങ്ങളും ഡെലിവറി സർവീസുകളും UAEയുടെ ആകാശത്ത് അധികം വൈകാതെ കാണാൻ സാധിച്ചേക്കും. മരുന്നുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്കും ഡ്രോൺ സർവീസുകൾ ഉപയോഗപ്പെടുത്തും. വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുന്ന ഭക്ഷണവും പലചരക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങളുമൊക്കെ UAEയിൽ താമസിക്കുന്നവർക്ക് ആകാശത്തിലൂടെ പറന്നെത്തും. വിവിധ മേഖലകളിൽ ഡ്രോൺ സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് UAE. ഫുഡ് ഡെലിവറി സേവനദാതാക്കൾ പലരും ഡ്രോൺ സർവീസുകളുടെ പരീക്ഷണഘട്ടം പൂർത്തിയാക്കി. 30 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾക്ക് തുടർച്ചയായി 16 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. ദുബായിലെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കീറ്റയുടെ ഡ്രോൺ സേവനം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. തലബത്ത് ഫുഡ് ഡെലിവറി ആപ്പ് അബുദാബിയിലെ ഡ്രോൺ സർവീസിന്റെ പരീക്ഷണ പറക്കലും പൂർത്തിയാക്കി കഴിഞ്ഞു. റോഡ് യാത്രയുടെ തിരക്കിൽ നിന്നും അധികം വൈകാതെ ദുബായിലും അബുദാബിയിലുമുള്ളവർക്ക് മോചനം ലഭിക്കും. മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന പറക്കം ടാക്സികൾ പരീക്ഷണഘട്ടം പൂർത്തിയാക്കി. അടുത്ത വർഷത്തോടെ ദുബായിയുടെയും അബുദാബിയുടെയും ആകാശത്ത് പറക്കം ടാക്സികൾ കാണാം. പ്രത്യേക റൺവേ ആവശ്യമില്ലാത്ത ഫ്ലൈയിംഗ് ടാക്സികൾക്ക് കുത്തനെ പറന്നുയരാനും ഇറങ്ങാനും സാധിക്കും. എയർ ടാക്സി റൂട്ടുകൾക്ക് പ്രത്യേക ബഫർ സോൺ ഉപയോഗിക്കുന്നതിനാൽ വ്യോമഗതാഗതത്തെ ബാധിക്കുകയുമില്ല. രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്നതിനുള്ള എയർ ആംബുലൻസുകൾ, മരുന്ന്, രക്തം തുടങ്ങിയവ വേഗത്തിൽ എത്തിക്കാനായി ഡ്രോണുകൾ തുടങ്ങി ഗതാഗത മേഖലയിലെ പുതിയ യുഗം ആരംഭിക്കുകയാണ് എന്ന് തന്നെ പറയാം. അമൃത ന്യൂസ്, ദുബായ്. ഇൻവെസ്റ്റ് കേരള 2025 പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ വരുന്നതിന്റെ ഭാഗമായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കാന്യോൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ജുദയിൽ നവംബർ 15-നാണ് പ്രോഗ്രാം. ഇൻവെസ്റ്റ് കേരള 2025 പദ്ധതിയുടെ ഭാഗമായി കേരള ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ P. രാജീവ് പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ തറക്കല്ലിട്ട കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് 11 ഏക്കറിൽ 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയയിൽ വരുന്ന ടെക്നോളജി ഓറിയന്റഡ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സംവിധാനത്തിൽ അലോപ്പതി, ആയുർവേദ, മെഡിറ്റേഷൻ തുടങ്ങി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന
400 കോടി രൂപയുടെ പ്രൊജക്ട് 5 ഘട്ടങ്ങളിലായി 2030 പ്രൊജക്ട് പൂർത്തിയാകുമെന്ന് കാനിയൻ ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ നജീബ് കാരോത്ത് കൊഴി പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള 2025 ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് ചേർപ്പളശ്ശേരിയിൽ വരികയാണ്. 5 കൊല്ലം കൊണ്ട് 5 ഘട്ടങ്ങളിലായി തീരുന്ന ഈ പ്രൊജക്റ്റ് 2030 അതിൻ്റെ എല്ലാ കമ്പോണൻസും ഓപ്പറേഷണലാകും. അതിനനുസരിച്ച് നമ്മളുടെ ഡയറക്ടേഴ്സ് കേരളത്തിലും മറ്റ് ഇതര സ്റ്റേറ്റുകളിലും ഇതര രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് കേരളയിൽ ഉൾപ്പെട്ട ഈ പ്രൊജക്റ്റിൻ്റെ ബ്രാൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ടൂറുകൾ നടത്തുകയാണ്. കാനിയൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി കാനിയൻ ഹെൽത്ത് കെയർ ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിലെ റിയാദിലും ജുബൈലും മക്കയിലും യൂറോപ്പിലും നടത്തപ്പെട്ടു. നവംബർ 15 കാനിയൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ജിദ്ദ സറഫിയ MRI റെസ്റ്റോറന്റിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് ഡയറക്ടർമാരായ നജീബ് കാരത്ത് കുഴി, യൂസുഫ് കൊല്ലത്ത് എന്നിവർ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ജിദ്ദയിലെ പ്രതിനിധികളായ മൊയ്തു തൂത, മൻസൂർ അലി, സക്കീർ മുഹമ്മദ് എന്നിവരും സന്നിധരായി. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൗദിയിൽ 40 ലക്ഷം റിയാലിൽ കുറയാത്ത വിലയുള്ള ഭവന യൂണിറ്റ് വാങ്ങുന്ന വിദേശികൾക്ക് സൗദി അറേബ്യ ആജീവനാന്ത താമസാനുമതി നൽകുന്ന താമസരേഖ നൽകും. ദാർ ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് കമ്പനി CEO സിയാദ് അൽഷറാണ് ഇക്കാര്യം പറഞ്ഞത്. വിദേശ നിക്ഷേപം ആകർഷിക്കാനും എണ്ണയിൽ നിന്നകന്ന സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും ലക്ഷ്യമിടുന്ന സൗദി വിഷൻ 2030 ഭാഗമായാണ് നടപടി. 2026 ജനുവരി 28 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് സിയാദ് വ്യക്തമാക്കി. അതേസമയം വിദേശികൾക്കുള്ള റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് റിയാദ്, ജിദ്ദ നഗരങ്ങളിലും മറ്റു ചില മേഖലയിലും പരിമിതപ്പെടുത്തുമെന്നും മക്കയിലും മദീനയിലും ഉടമസ്ഥാവകാശത്തിന് പ്രത്യേക വ്യവസ്ഥകളുണ്ടായിരിക്കുമെന്നും മുനിസിപ്പൽ ഭവനകാര്യമന്ത്രി നേരത്തെ പ്രസ്താവിച്ചിരുന്നു. കുവൈറ്റിലെ വാർഷിക ക്യാമ്പിംഗ് സീസൺ 2025 നവംബർ 15 ആരംഭിച്ച് 2026 മാർച്ച് 15 വരെ തുടരുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സീസണിലുടനീളം പരിസ്ഥിതി സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുറ്റകൃത്യങ്ങളില്ലാത്ത ക്യാമ്പിംഗ് എന്ന മുദ്രാവാക്യത്തോടെ മുനിസിപ്പാലിറ്റി ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ക്യാമ്പിംഗ് പെർമിറ്റുകൾക്കുള്ള അപേക്ഷകൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നും അവയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സമർപ്പിക്കാമെന്നും മുനിസിപ്പാലിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. 50 കുവൈറ്റ് ദിനാർ ഫീസും 100 കുവൈറ്റ് ദിനാർ റീഫണ്ടബിൾ ഇൻഷുറൻസ് ഡെപ്പോസിറ്റും നൽകി പെർമിറ്റുകൾ ഓൺലൈനായി നൽകും. ഇത് KNET വഴി അടയ്ക്കാവുന്നതാണ്. നവംബർ 16 കോഴിക്കോട് നടക്കാൻ പോകുന്ന KJU 100ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ എത്തിയ പ്രമുഖ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവി സെന്ററിൽ നടന്ന തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിധാനം എന്ന തലക്കെട്ടിലാണ് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ 1924 രൂപം കൊണ്ട KJU ആണ് മലയാളക്കരയിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയെന്ന് അദ്ദേഹം പറഞ്ഞു. ഷിഹാബ് സലഫി മുഖാമുഖത്തിന്റെ മോഡറേറ്ററായിരുന്നു. അബ്ബാസ് ചെമ്പൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് നൂരിഷ വള്ളിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ഇസുദ്ദീൻ സൊലാഹി, ഷാഫി ആലപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. സയാമീസ് ഇരട്ടകളെ വേർപെടുത്തുന്ന അത്യന്തം സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ കൂടി വിജയകരമായി പൂർത്തിയാക്കി സൗദിയിലെ റിയാദ് കിങ് അബ്ദുള്ള സ്പെഷ്യലിസ്റ്റ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ. ഡോക്ടർ അബ്ദുള്ള അൽ റബിയയുടെ നേതൃത്വത്തിൽ ആണ് സയാമീസ് ഇരട്ടകളെ വേർപെടുത്തിയത്. ജമൈക്കയിൽ നിന്നുള്ള സയാമീസ് ഇരട്ടകളായ അസാരിയയും അസൂരയുമാണ് വിദഗ്ധരായ സൗദി മെഡിക്കൽ സംഘം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വിജയകരമായി വേർപെടുത്തിയത്. രാജകീയ നിർദ്ദേശപ്രകാരം സൗദി അറേബ്യയിലേക്ക് എത്തിച്ച കുട്ടികളുടെ ശസ്ത്രക്രിയ ലോകോത്തര നിലവാരമുള്ള കിങ് അബ്ദുള്ള ഹോസ്പിറ്റലിലാണ് നടന്നത്. സൗദിയുടെ ഈ മനുഷ്യപരമായ ഇടപെടൽ ലോകമെമ്പാടുമുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. സൗദിയിലെ ഏതാണ്ട് എല്ലാ പ്രവിശ്യകളിലും നാളെ മുതൽ തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുള്ളതായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി പറഞ്ഞു. ബന്ധപ്പെട്ട വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും വരും ദിവസങ്ങളിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വിശദമായ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നും ഹുസൈൻ വ്യക്തമാക്കി.
യുഎഇയിലെ താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യം തണുപ്പ് കാലാവസ്ഥയിലേക്ക് കടക്കുകയാണ്. പകലും രാത്രിയും ചൂട് കുറയും. പകൽ ഉയർന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസിനും 31 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. രാത്രി താപനില പലയിടത്തും 15 ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറയുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അൽ ദഫ്രയിലെ മെസറയിൽ ഇന്ന് പുലർച്ചെ രേഖപ്പെടുത്തിയത് 12.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. പരമാവധി 35 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റിനും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷന്റെ 20ാം വാർഷികാഘോഷം കണ്ണൂർ മഹോത്സവം 2025 നാളെ അഹമ്മദി ഡൽഹി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് 2:30 മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ മെറിറ്റോറിയസ് അവാർഡ് ഉൾപ്പെടെയുള്ള സാംസ്കാരിക സമ്മേളനം, തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവയ്ക്ക് പുറമെ പ്രശസ്ത ഗായകരായ സൈനോറ ഫിലിപ്പ്, അഞ്ജു ജോസഫ്, ബൽറാം കെ മോഹൻദാസ്, കൗശിക് എസ് വിനോദ് എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീത നിശയും അരങ്ങേറും. വിവിധ മേഖലകളിൽ സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച കണ്ണൂർ ജില്ലക്കാരായ വ്യക്തികളെ ആദരിക്കുന്ന 18ാമത് ഗോൾഡൻ ഫോക്ക് അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ജർമ്മനിയിലെ മ്യൂണിക്കിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹോഷ്മള സ്വീകരണം. അമ്മയുടെ പുണ്യദർശനത്തിന് 6 വർഷത്തെ കാത്തിരിപ്പായിരുന്നു മക്കൾക്ക്. ഫ്രാൻസിലെ ഷാർട്രയിൽ 3 ദിവസത്തെ സന്ദർശനത്തിനു ശേഷമായിരുന്നു അമ്മ മ്യൂണിക്കിൽ എത്തിയത്. 6 വർഷത്തിനിപ്പുറം ഈസ്ബാക്ക് സ്റ്റുഡിയോയിൽ അമ്മ എത്തിയപ്പോൾ അതൊരു സ്നേഹ സംഗമമായി. പരമ്പരാഗത ജർമ്മൻ സംഗീതത്തിന്റെ അകമ്പടിയോടെ പുഷ്പഹാരങ്ങളുമായി മക്കൾ അമ്മയെ വരവേറ്റു. സംഗീതാത്മകമായി ജയ് ജയ് മാ എന്ന ഏവരും ഒരേ സ്വരത്തിൽ ഏറ്റുചൊല്ലിയപ്പോൾ അത് വികാരനിർഭരമായ മുഹൂർത്തമായി. ജർമ്മൻ പാർലമെന്റ് അംഗം ലിസ പോസ്, പ്രശസ്ത നടൻ തോമസ് ഷ്മൂസ, എഴുത്തുകാരി താനിയ സിഹോഫർ അടക്കമുള്ള പ്രമുഖർ അമ്മയെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. മനുഷ്യ മനസ്സുകൾക്കിടയിൽ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയുന്ന ഒരു മഹത് വ്യക്തിത്വമെന്നാണ് ജർമ്മൻ പാർലമെന്റ് അംഗം ലിസ പോസ് അമ്മയെ വിശേഷിപ്പിച്ചത്. സ്നേഹത്തിലൂടെ എന്തൊക്കെ സാധ്യമാക്കാൻ കഴിയുമെന്നതിന്റെ പ്രതീകമാണ് അമ്മയെന്നും ലിസ പോസ് പറഞ്ഞു. കാരുണ്യവും മനുഷ്യത്വവുമാണ് മനുഷ്യൻ എന്ന വർഗത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അമ്മ കാണിച്ചു തരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. Wege für und Wege in die Zukunft zu beschreiben, statt sich in der Vergangenheit zu grämen. Manche sagen ja heutzutage, Empathie sei eine Schwäche. Aber sie zeigen uns, Empathie, Menschlichkeit ist eine Stärke, ist die größte Stärke, die wir Menschen haben. പിന്നീട് അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ഭജന, സത്സംഗം, ധ്യാനം, തുടർന്ന് ദർശനവും. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്ന അമ്മ ലോകസമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രത്യേക ആത്മപൂജയും നടത്തി. നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ദീപം തെളിയിക്കാൻ ശ്രമിക്കണമെന്നും അപ്പോൾ ലോകത്ത് യുദ്ധങ്ങളും അക്രമങ്ങളും കലഹങ്ങളും ഉണ്ടാകില്ലെന്നും അമ്മ സത്സംഗത്തിൽ ഓർമ്മിപ്പിച്ചു.
കൊടും തണുപ്പിനെ അവഗണിച്ചാണ് പിഞ്ചു കുഞ്ഞുങ്ങളും പ്രായമായവരുമെല്ലാം പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. അമ്മയെ ഒന്ന് കാണുന്നതിനും സാന്ത്വന സ്പർശത്തിനുമായി മണിക്കൂറുകളോളമാണ് മക്കൾ കാത്തുനിന്നത്. ഒട്ടും മുഷിപ്പില്ലാതെ പരമ്പരാഗത നൃത്തച്ചുവടുകൾ ചവിട്ടി ആ നിമിഷങ്ങളൊക്കെയും അവർ സന്തോഷകരമാക്കി. ഒടുവിൽ അമ്മയ്ക്കരികിലെത്തിയപ്പോൾ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും ആനന്ദ കണ്ണീർ ചൊരിഞ്ഞ് അവർ അമ്മയെന്ന സാന്ത്വന സ്പർശത്തിലലിഞ്ഞു. ഇറ്റലിയിലെ പിയാസെൻസയിലാണ് അമ്മയുടെ അടുത്ത പരിപാടി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരം നാളെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ തുടങ്ങും. 6 വർഷങ്ങൾക്കു ശേഷമാണ് ഈഡനിൽ ഒരു ടെസ്റ്റ് മത്സരം നടക്കുന്നത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തമാണ്. ബൌളിംഗിൽ ദക്ഷിണാഫ്രിക്കയാണ് മുൻതൂക്കം. ആദ്യ ദിനങ്ങൾ പിച്ച് പേസർമാരെ പിന്തുണയ്ക്കും. പരിക്ക് ഭേദമായി എത്തിയ പേസർ കഗീസോ റബാദയിലാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷ. അവസാന ദിനങ്ങൾ സ്പിന്നിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ സ്പിന്നർമാരായ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും. രണ്ടാം ടെസ്റ്റ് 22-ന് ഗുവാഹത്തിയിൽ നടക്കും. ആദ്യമായാണ് ഗുവാഹത്തി ടെസ്റ്റ് മത്സരത്തിന് വേദിയാകുന്നത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.